ശ്രീ മുഹമ്മദ് റിയാസ്. സർ, വയനാട് ജില്ലയിലെ ആദിവാസി മേഖലകളിലെ മെന്റർ ടീച്ചർമാർ 241 പേർ നിരാഹാര സമരത്തിലാണ് സർ. മന്ത്രി അറിഞ്ഞുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവരെയൊക്കെ പിരിച്ചുവിട്ടിരിക്കുകയാണ് സർ. 2017 മുതൽ സേവനമനുഷ്ഠിച്ച് വരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട മെന്റർ ടീച്ചർമാരുടെ ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ചതാണ് സാർ. ഇന്ത്യയിൽ ആദിവാസി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കൊഴിഞ്ഞുപോക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം അഭിമാനത്തോടെ പറയാൻ പറ്റും കേരളമാണ് എന്നുള്ളതാണ് സാർ. എന്നാൽ 9 വർഷത്തോളം ജോലി ചെയ്ത 241 മെന്റർ ടീച്ചർമാരെ ഒഴിവാക്കുന്ന വിഷയത്തിൽ അടിയന്തരമായി സർക്കാർ ഇടപെടണം. ഇതിൽ പുതിയ നിയമനങ്ങൾക്കായി നിശ്ചയിച്ചിട്ടുള്ള 45 വയസ്സെന്ന പ്രായപരിധിയും പുതുക്കിയ വിദ്യാഭ്യാസ യോഗ്യതാ മാനദണ്ഡങ്ങളും കാരണം നിലവിൽ ജോലി ചെയ്തു വരുന്ന നിരവധി മെന്റർ ടീച്ചർമാർക്ക് അപേക്ഷിക്കാനാകാത്ത സാഹചര്യമുണ്ട് സാർ. അതോടൊപ്പം തന്നെ പുതിയ മാനദണ്ഡം തച്ചനാടൻ മൂപ്പൻ, കരിമ്പാലൻ എന്നിവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ പ്രയാസം വരുന്നു. ഇതിൽ ആളുകളുടെ എണ്ണം കൂട്ടുന്നതിൽ പ്രശ്നമില്ല സാർ. ഇതിൽ അടിയന്തരമായി ഇടപെടണം. സമരസമിതിയുമായി മന്ത്രി, സർക്കാർ ചർച്ച ചെയ്യണം, വിഷയം പരിഹരിക്കണം. ഈ മെന്റർ ടീച്ചർമാരെ നിലനിർത്തണം സാർ. ബഹുമാനപ്പെട്ട മന്ത്രി. സർ 2017-18 അധ്യയന വർഷത്തിലാണ് ഈ ഒരു മെന്റർ ടീച്ചർ പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത്. അന്നിറക്കിയ ഗവൺമെന്റ് ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അധ്യയന വർഷത്തിന്റെ തുടക്കത്തിൽ മെന്റർ ടീച്ചർമാരുടെ സേവനം ഉറപ്പുവരുത്തി മാർച്ച് 31 അവരുടെ സേവനം അവസാനിക്കുമെന്ന് ആ ഉത്തരവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കെ അവരെ പിരിച്ചുവിട്ടു എന്ന് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും അടിസ്ഥാനമില്ലാത്തതാണ് എന്ന് ഞാൻ അറിയിക്കുകയാണ്. എന്ന് മാത്രമല്ല, സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയാൻ, കാരണം നമ്മുടെ നാട്ടിൽ നിയമനങ്ങൾക്ക് വ്യവസ്ഥാപിതമായിട്ടൊരു നയമുണ്ട്. PSCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് നമ്മൾ വിജ്ഞാപനം നടത്തിയിട്ടുള്ളത് എന്നുകൂടി ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കുന്നു.